നമ്മുടെ രാജ്യത്ത് NTA എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം നിലവിലുണ്ട്. NTA എന്ന് പറഞ്ഞാൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇതൊരു നോക്കുകുത്തിയായിട്ടുള്ള ഈ സ്ഥാപനം എന്തിനാണ് ഈ ചെറുപ്പക്കാരുടെ, യുവാക്കളുടെയും കുട്ടികളുടെയും ഒക്കെ മനസ്സ് കെടുത്താനും ഒക്കെ ഈ ഇങ്ങനൊരു പ്രസ്ഥാനം ഉണ്ടായിരിക്കുന്നത് എന്തിനാണ് എന്ന് പോലും നമ്മൾ ചിന്തിക്കും. നല്ല ഉദ്ദേശത്തോടുകൂടി തുടങ്ങിയതാവാം. കാരണം ഇന്ത്യ മുഴുവനായിട്ടും ഈ മത്സര പരീക്ഷകൾ ഏകീകരിച്ചു കൊണ്ടുവന്ന് അഡ്മിഷൻ എല്ലാവർക്കും എല്ലായിടത്തും കിട്ടത്തക്കവണ്ണം ഉള്ള ഒരു മാർഗം പൊതു സംവിധാനത്തിൽ എന്നുള്ള ഒരു നല്ല ഉദ്ദേശം അതിൻ്റെ പുറയിലുണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ അത് നടത്തിക്കൊണ്ടിരിക്കുന്ന പണികൾ എന്തൊക്കെയാണ്? വളരെ ബുദ്ധിമുട്ടല്ലേ? അതായത് ഇപ്പോൾ നീറ്റ് പരീക്ഷ നടത്തി, അതൊട്ടും നീറ്റല്ലാതെ ആ പരീക്ഷ റദ്ദ് ചെയ്തിട്ട് രണ്ടാമത് കുഞ്ഞുങ്ങളത് എഴുതണ്ടായിട്ട് വന്നു. രണ്ടാമത് കുഞ്ഞുങ്ങൾ എഴുതിയപ്പോൾ ഉണ്ടല്ലോ 2 ലക്ഷം കുട്ടികൾ അത് വിട്ടു നിന്നു, എഴുതിയില്ല. ആദ്യം എഴുതിയവർ 2 ലക്ഷം പേര് എഴുതി. കാരണം സ്ട്രെസ്സും സ്ട്രെയിനും ഇവർക്ക് താങ്ങാൻ പറ്റത്തില്ല. എങ്ങനെയെങ്കിലും ഇരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് തലേന്ന് ഇതങ്ങ് ഇറങ്ങിപ്പോണമെന്ന് പറഞ്ഞ് പോയിരുന്നങ്ങ് എഴുതി. അത് കഴിഞ്ഞിട്ട് ആ പരീക്ഷ റദ്ദാക്കാനുള്ള കാര്യം എന്തുവാ? ഇതിൻ്റെ ചോദ്യ പേപ്പർ എടുത്ത് ചോദ്യം തയ്യാറാക്കുന്നവന്മാർ വിൽക്കും. ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ കണ്ടിട്ടുണ്ടോ? ഓരോരുത്തന്മാരെ വെളിയിൽ നിന്ന് വിലക്കെടുത്ത കോൺട്രാക്ട് ജോലിക്കാരുണ്ട്, അവന്മാരെ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ഇവന്മാർ അധ്യാപകരൊന്നും അല്ല, അന്നെങ്കിൽ ഇങ്ങനെ ചെയ്യത്തില്ല. അവന്മാർ ചോദ്യം എഴുതി കൊടുത്തിട്ട് ചോദ്യം റെഡിയാക്കി കൊടുക്കും. എന്നിട്ട് ആ ഓർമ്മയെന്ന് എഴുതി കൊടുത്തതാണെന്നും പറഞ്ഞ് ചോദ്യം ഓരോരുത്തർക്കും കൊടുക്കും. ഒരു 10-70 ചോദ്യങ്ങൾ, ഇപ്പോൾ 100 മാർക്കിൻ്റെ ചോദ്യം ഒരു 70 മാർക്കിൻ്റെ ചോദ്യം അങ്ങ് എഴുതി കൊടുത്താലോ? എളുപ്പമല്ലേ? ഒരു പ്രാവശ്യം, അതായത് ഈ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ പ്രാവശ്യം ഇതേപോലെ ചോദ്യപേപ്പർ ചോർന്നതായിട്ട് കണ്ടെത്തി. അതായത് പാറ്റ്നയിൽ ഒക്കെ ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട്, കൊടുത്തു എന്നൊക്കെ. പിന്നെ അന്ന് സുപ്രീം കോടതി ഒന്നും ചെയ്തില്ല, കാരണം ഇതെല്ലാം നടന്നുപോയി. അത് വെച്ച് അഡ്മിഷൻ കിട്ടി. അഡ്മിഷൻ കിട്ടുന്ന എന്തുവാ? നമ്മളെ ചികിത്സിക്കാൻ പറ്റുന്ന ഡോക്ടർ എന്ന് പറയുന്നവൻ ഈ പരീക്ഷ ഇതുപോലെ കാശ് കൊടുത്ത് ചോദ്യപേപ്പർ വാങ്ങിച്ച് എഴുതിയേക്കുന്ന തെണ്ടിയായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ എന്തുവാണെന്ന്. മനുഷ്യൻ്റെ ജീവൻ വെച്ച് കളിക്കേണ്ടതാണ്. ഒരക്ഷരം ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരുത്തനായി കയറി വരുന്നത്. അങ്ങനെ വരുന്നവന്മാരുണ്ട്. ഒരു കാലത്ത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ, കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരിക്കൽ ഉണ്ടായത്, അന്ന് പ്രീ ഡിഗ്രിയുടെ മാർക്ക് വെച്ചാണ് MBBSന് അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ അതിന് ചെയ്ത പണി എന്താണെന്നറിയോ? അത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ അതിലൊന്നും പിടിക്കാനൊന്നും പോകത്തില്ല. അവിടെ ഈ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഉദ്യോഗസ്ഥൻ അവൻ എന്ത് ചെയ്യുന്ന, ഈ മാർക്ക് വരുമല്ലോ, വരുമ്പോൾ അവർ മാർക്ക് അവിടെ പതിച്ചിട്ടാണ് ഈ മാർക്ക് ഷീറ്റ് കൊടുക്കുന്നത്. ഈ മാർക്ക് ലിസ്റ്റ് അവിടെ പതിക്കുമ്പോൾ അവനെ 15 മാർക്ക് കിട്ടിയവന് അവൻ 90 മാർക്ക് എഴുതി കൊടുക്കും, അതിനകത്തിടും. എന്ന് പറഞ്ഞാൽ അതുപോലെ മാർക്ക് വ്യത്യാസപ്പെടുത്തി ബയോളജിക്കും ഇതിനും എല്ലാത്തിനും മാർക്ക് അങ്ങോട്ട് കൂട്ടിയിട്ട് കൊടുക്കും, കൂട്ടി അങ്ങോട്ടിടും. അതിൻ്റെ മാർക്ക് വെച്ച് MBBSന് അഡ്മിഷൻ കിട്ടും. അങ്ങനെ വാങ്ങിച്ചേക്കുന്ന വലിയ ഡോക്ടർമാരുടെ മക്കളുമൊക്കെ ഇതേപോലെ വാങ്ങിച്ചിട്ടുണ്ട്. എളുപ്പമാണ്. ഈ പറയുന്നവന് മറ്റവർക്കാണെങ്കിൽ ഒരുപാട് പേരെ പിടിക്കാനൊക്കെ നടക്കണ്ടേ, ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം, അവസാനം ഇതൊന്നുമല്ല. ഇത് എളുപ്പമുണ്ട്. ഈ പരീക്ഷ, അതായത് പ്രീ ഡിഗ്രിയുടെ മാർക്ക് വരുന്നുടനെ ഫസ്റ്റ് ക്ലാസ് കിട്ടി, അപ്പം ഒന്നും പഠിക്കാതെ വായി നോക്കി നടക്കുന്നവൻ അന്നേരം പഠിക്കുമായിരുന്നില്ലേ എന്ന് നമ്മൾ വിചാരിക്കും. അതൊന്നുമല്ല സംഭവം. ഈ മാർക്ക് ഒരുത്തം വിചാരിച്ചാൽ മതി അവിടെ കൂട്ടിയിടാനുള്ളൊരു സംവിധാനമായി. അവസാനം അവനെ പിടികൂടി. ഇപ്പം അയാൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പേര് ഞാൻ പറയുന്നില്ല. ഏതായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് നമ്മളെ കണ്ടു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞാണ് പിന്നെ ഈ പരീക്ഷ തുടങ്ങിയത്. പരീക്ഷ തുടങ്ങിയപ്പോഴോ അതിൽ രക്ഷയുണ്ടോ? ഈ ക്വസ്റ്റ്യൻ പേപ്പർ വല്ലവനും കൊടുത്തിട്ട് എഴുതിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പഠിക്കുന്ന പിള്ളേർക്ക് എന്തെങ്കിലും കിട്ടുമോ? അങ്ങനെയാണ് ഏതാണ്ട് 21 കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തു. ഈ സ്ട്രെസ്സും സ്ട്രെയിനും താങ്ങാൻ വയ്യാതെ ആ പരീക്ഷ നീറ്റ് റദ്ദാക്കിയതോടുകൂടി രണ്ടാമത് പരീക്ഷ നടത്തി. ഏതായാലും അതെല്ലാം കൂടെ വീണ്ടും ചെയ്യുന്നതെല്ലാം ഒരു സ്റ്റാൻഡേർഡും ഇല്ല, ചോദ്യങ്ങളൊക്കെ തെറ്റ്. കാരണം ഒരു ബോധവും ഇല്ലാത്തവനെ കൊണ്ടൊക്കെയാണ് ഇത് എഴുതിപ്പിക്കുന്നത്. കാരണം ഇങ്ങനെ പഠിച്ചു വരുന്നവനെ കൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇടുന്നത്. അവന് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എഴുതാൻ അറിയാമോ? ഈ ക്വസ്റ്റ്യൻ അവനറിയാമോ? അതിൻ്റെ ഉത്തരം സൂചിക വരുമ്പോഴേ അറിയുന്ന ഈ ക്വസ്റ്റ്യൻ്റെ കുഴപ്പം എല്ലാം തിരിച്ചറിയുന്നത്. ഇങ്ങനെ വന്നു. ഏതായാലും CJP എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടായി.
അത് നമ്മുടെ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് കൂടെ വിചാരിച്ചത് കൊണ്ടുണ്ടായതാണ് ആ പ്രസ്ഥാനം. അത് കൊള്ളാം. അതിന് അദ്ദേഹത്തോട് നമ്മൾ കടപ്പെട്ടിരിക്കണം. കാരണം ഈ യുവജനങ്ങളെ ആക്ഷേപിച്ചപ്പോൾ അതിൽ നിന്നുണ്ടായതാണ് ആ പ്രസ്ഥാനം. അത് നടന്നു. ഏതായാലും പിന്നെ നമ്മൾ കണ്ടതാണ് അവിടെ കുഞ്ഞുങ്ങൾ ഉപദ്രവിക്കപ്പെടുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിന് ഒരുപാട് വേർഷൻസ് ഉണ്ട്. ഇപ്പം ചുമ്മാ അങ്ങ് പറയല്ലേ, അങ്ങനെ ഉണ്ടായപ്പോൾ അവിടെ അങ്ങനെ നടന്നു, ഇങ്ങനെ നടന്നു, അഴിമതി നടന്നു, ഈ പിള്ളേർ യുവാക്കളെന്ന് പറയുന്നത് വളരെ വൃത്തികെട്ടവരാണെന്നൊക്കെ ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഇനി പറയും. കാര്യം എന്താണെന്നറിയോ, സമസ്താവതാരവും പറഞ്ഞ് അതിലെ ധർമ്മേന്ദ്ര പ്രധാനനെ കൊണ്ട് രാജിവെപ്പിക്കേണ്ടതായിട്ട് വന്നു. രാജിവെപ്പിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിക്ക് മനസ്സിലായി യുവജനങ്ങൾ എന്ന് പറയുന്ന വേണമെന്ന്. അതുവരെ യുവജനങ്ങളെ വേണ്ടായിരുന്നു. അവർ മിസ്ഗൈഡഡ് യൂത്തായിരുന്നു. അതായത് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു സമൂഹമായിട്ട് അവരെ കണക്കാക്കിയിരുന്നത്. പിന്നെ അവരെ നേരെയാക്കാനായിരുന്നു ശ്രമം. അവസാനം പിന്നെ മനസ്സിലായി. അത് കുറച്ചുകൂടെ മുമ്പേ മനസ്സിലാക്കിയത് മോഹൻ ഭാഗവതാണ്. മനസ്സിലാക്കിയിട്ട് പറഞ്ഞു ഇത് പ്രശ്നമാണ്, യുവന്മാർ പറയുന്നത് കേൾക്കണം, ഇല്ലേ യുവന്മാർ അവസാനം തൂത്ത് വെളുപ്പിച്ച് എല്ലാം വെളിയിലാക്കുമെന്നായി. ഉടനെ ഏതായാലും പിന്നെ നിവർത്തിയില്ല. അങ്ങനെ അങ്ങോട്ട് തുടങ്ങി. നമ്മുടെ പ്രധാനമന്ത്രി തന്നെത്താൻ വീഡിയോ അങ്ങോട്ട് എടുത്ത് റീല് അങ്ങോട്ട് വിടാൻ തുടങ്ങി ഇൻസ്റ്റാഗ്രാമിൽ. അത് കഴിഞ്ഞ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ പ്രസംഗം ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ചെങ്കോട്ടയിലെ ഈ സ്വാതന്ത്ര്യദിന ആഘോഷ അതിൻ്റെ സന്ദേശത്തിൽ പല സ്ഥലത്ത് നമ്മുടെ യുവാക്കളാണ് നമ്മുടെ ശക്തി, യുവാക്കളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി ഇപ്പോൾ ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്. പറഞ്ഞാലും ഈ യുവാക്കളെ ഇട്ട് ഇപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെ ക്ഷമ പരിശോധിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ. കേട്ടോ, അതാണ് നടക്കുന്നത്. ജാർഖണ്ഡിൽ അടിയുറവ് പറഞ്ഞല്ലോ, ജാർഖണ്ഡിൽ ഈ പിള്ളേരിറങ്ങി അവസാനം നിവർത്തിയില്ല. എല്ലാ പരീക്ഷകളും പരാതിയുള്ളതെല്ലാം റദ്ദാക്കുകയാണ്. ഇനി എന്താ സംഭവിച്ചേക്കുന്നത്? ഇവിടെ കോതമംഗലം MA കോളേജ് വളരെ പ്രശസ്തമായ ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ്. അതായത് റാങ്കിങ്ങിൽ 3 or 4 ആയിട്ട് വരേണ്ട കോളേജാണ്. ആ കോളേജിൽ മിച്ചി മർപ്പു എന്ന് പറയുന്ന ഒരു പയ്യൻ പഠിക്കാൻ വന്നതാണ്. അരുണാചൽ പ്രദേശുകാരനാണ്. ഇതുപോലെ പരീക്ഷ എഴുതി വന്ന് അഡ്മിഷൻ കിട്ടി വരുന്നതാണല്ലോ. വന്ന് അവനെ അവസാനം അവൻ്റെ ഒരു സെമിസ്റ്റർ പോയി, അതോടുകൂടി അവനൊരു വർഷം അധികം പോവും എന്ന് കണ്ടപ്പോൾ അവൻ ആത്മഹത്യ ചെയ്തു. ഇത് സംഭവിച്ചു. അവസാനം ആ സിസ്റ്റം, പരീക്ഷയുടെ സിസ്റ്റം അതെല്ലാം തെറ്റാണ് എന്ന് പറഞ്ഞ് അവിടെ കുട്ടികളെ സമരം തുടങ്ങി. അതിനെല്ലാം ഇപ്പോൾ സ്റ്റൂപ്പ് ചെയ്തല്ലോ. അതിനെല്ലാം ഇപ്പോൾ അവരുടെ ആവശ്യങ്ങളെല്ലാം മുഴുവൻ അംഗീകരിച്ചു. കുട്ടികൾ ചെറുപ്പക്കാർ വെളിയിലിറങ്ങിയാൽ വിവരം അറിയും. ഇപ്പം സംഭവിച്ചേക്കുന്നത് എന്താ? നീറ്റ് UGC അങ്ങോട്ടുണ്ടായി. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നെന്നും ക്വസ്റ്റ്യൻ മുഴുവൻ തെറ്റാണെന്നും വികലമാണെന്നും കണ്ടുപിടിച്ചിട്ട് 3 പരീക്ഷകൾ റദ്ദാക്കി. അതായത് ഇംഗ്ലീഷ്, അതേപോലെ തന്നെ കൊമേഴ്സ്, സോഷ്യോളജി, ഇതിൻ്റെ 3 സബ്ജക്റ്റുകളുടെയും പരീക്ഷ വീണ്ടും നടത്താൻ പോവുകയാണ്. യുവാക്കളെ ക്ഷമ പരീക്ഷിക്കുകയാണ് വീണ്ടും വീണ്ടും. ഇത് വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ്. ഈ ഈ നീറ്റ്, അതായത് ഇപ്പോൾ ഈ NDA എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം എന്തിനാണ്? ഈ വൃത്തികെട്ട സ്ഥാപനം നോക്കുകുത്തി ഇതിനെ പിരിച്ചുവിടണം. കൊള്ളാവുന്നവരെ വേണം ഇതിനാക്കാൻ. നല്ല വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള, തലയിൽ ചാണകമല്ലാതെ മറ്റ് ബോധമുള്ളവന്മാർ, തലച്ചോറുള്ളവന്മാരെ അതിനകത്ത് പിടിച്ചു വെക്കണം. അങ്ങനെയുള്ള ആളുകളെ നോക്കി വെക്കണം. അല്ലാതെ ഇതേപോലുള്ളതുണ്ടല്ലോ രാഷ്ട്രീയക്കാരെ കുത്തിക്കയറ്റുന്ന ഏജൻസി. അത് മാത്രമല്ല, സംഘപരിവാറിൻ്റെ പ്രത്യയശാസ്ത്രങ്ങൾ അടിച്ചു കയറ്റാൻ വേണ്ടി കുറേ എണ്ണത്തിനെ അതിനകത്തൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. യവന്മാരൊക്കെ ചെയ്യുമ്പോൾ ഈ അഴിമതിയും കൂടെ കാണിക്കും. അതാണ് കാരണം. അത് അവസാനം ചെറുപ്പക്കാരുടെ ക്ഷമ പരീക്ഷിക്കുകയാണ്. ഇപ്പോൾ പരീക്ഷിക്കരുത് കൂടുതൽ. ഈ പരീക്ഷ 3 എണ്ണമല്ല റദ്ദാക്കിയുള്ളൂ. ഇത് മാത്രമൊന്നുമല്ല, ഒരുപാട് സബ്ജക്റ്റിലും എതിരെയും പരാതി വന്നിട്ടുണ്ട്. ഇത് മുഴുവൻ റദ്ദാക്കേണ്ടതാണ്. ഈ പ്രസ്ഥാനം തന്നെ പിരിച്ചുവിടണം. അടിച്ച് മാറ്റിയിട്ട് പിരിച്ചുവിട്ടിട്ട് വേറെ ശരിയായ രീതിയിൽ ഉണ്ടാവണം. അല്ലാതെ പ്രയോജനമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇത് രാഷ്ട്രീയം നോക്കിയോ സംഘപരിവാർ ആശയങ്ങൾ നോക്കിയോ അല്ല ചെയ്യേണ്ടത്. ബോധമുള്ളവരെ കൊണ്ട് അതിനകത്ത് കൊണ്ടുവെക്കണം. അതാണ് വേണ്ടത്.